ഡോക്ടർ ജയരാജൻ, ഇടതുപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും മികച്ച നേതാവും ഏറ്റവും സംഘാടക ശേഷിയുള്ള നേതാവും എന്നതാണ് പിണറായി വിജയനെ ആ പദവിയിലേക്ക് വീണ്ടും അവരോധിക്കുമ്പോൾ ഇടതുപക്ഷം ആവർത്തിച്ച് അവകാശവാദം ഉന്നയിച്ചത്. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക? ഈ തരത്തിൽ പരിഹസിച്ചും അധിക്ഷേപിച്ചും ഘടകകക്ഷികൾക്ക് നാണക്കേടുണ്ടാക്കിയുമായിട്ടാണോ പ്രതിപക്ഷത്തെ ഒന്നായി മുന്നോട്ട് കൊണ്ടുപോവുക? ഇടതുപക്ഷ ഐക്യത്തിനെ കുറിച്ചാണ് ഈ ചർച്ചയെങ്കിൽ ഇതിനെ പേഴ്സണലൈസ് ചെയ്യാൻ പാടില്ല. ഈ വിഷയത്തിനെ യാതൊരു കാരണവശാലും പേഴ്സണലൈസ് ചെയ്യാൻ പാടില്ല. ഇവിടെ കാണുന്ന എന്താണ്, ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എന്നുള്ള രീതിയിലാണ് ഇതിനെ ആളുകൾ വായിച്ചെടുക്കുന്നതായിട്ട് പൊതുവെ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്? ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കുക, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയുക. കാരണം ഇതിനകത്ത് സി പി എമ്മിന് നിരത്താവുന്ന വാദഗതികൾ ഇതൊക്കെയാണ്. പ്രസിഡൻസ് ഇല്ല, ഇങ്ങനെ ഒരു പ്രസിഡൻസ് ഇല്ല. പിന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, അങ്ങനെ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ അവർക്കത് വേണമെന്നൊക്കെ അവകാശപ്പെടുമ്പം, അങ്ങനെ അവകാശപ്പെടാനെന്ന് പാർലമെൻ്ററി പാർട്ടിയിൽ അങ്ങനെ അവകാശപ്പെടാനുള്ള യാതൊരു വകുപ്പും ഒരു സംസ്ഥാനത്തും ഒരു പാർട്ടികൾക്കും അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിന് പകരം ഇതിരുന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെടും. ഇന്നലെ ഡി രാജ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നില്ല അത് അത്ര സ്മൂത്തായിട്ട് പോകുന്നു. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് എൽ ഡി എഫിൻ്റെ കമ്മിറ്റി പോലും കൂടാതിരിക്കുന്നൊരു സാഹചര്യം. ആ കമ്മിറ്റി കൂടാതുണ്ടായ സാഹചര്യം എന്താണ്? ഈ ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു വിഷയം അപ്പോൾ അനാവശ്യമാണോ ആവശ്യമാണോ എന്നൊക്കെയുള്ള, ഇപ്പോൾ ഈ കുന്തമന് മുഴുവൻ തിരിയേണ്ടത് ഇപ്പോൾ ഈ ഓണ സമയമാണ്. ഇപ്പോൾ സാധനങ്ങൾക്കെല്ലാം വില കൂടി. മെറ്റയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വന്നു. ആ വിവാദങ്ങളിൽ മെറ്റ ഒരു മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ചയൊന്നും ചെയ്യുന്നില്ല. വി ഡി സതീശൻ്റെ അപ്രമാദിത്വം, ഈ ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ മേലിൽ അടിച്ചേൽക്കപ്പെടുന്ന അധിക നികുതി ഭാരം, നമ്മളീ പറഞ്ഞ കണക്കല്ല പൂവിൽ നിന്ന് പൂ പോലും അറിയാതെ തേൻ ഊറ്റിയെടുക്കുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാണക്യൻ്റെ ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് ലൂട്ട് ചെയ്യുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ കുന്തവന് ധരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ വലിയ ഊതി പെരുപ്പിച്ച് അത് ശരിയാണ് ഡോക്ടർ ജയരാജ്. അതായത് 100 ദിവസം ഒരു സർക്കാർ പിന്നിടുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ കേരളം പിന്നോട്ടടിക്കപ്പെട്ട 100 ദിവസങ്ങളാണ് കടന്നുപോയത് എന്ന പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം വന്നു. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കേണ്ടുന്ന പ്രതിപക്ഷം തമ്മിലടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞാൽ ഒരു കൗതുക കാഴ്ചയാണ്. ഇങ്ങനെയാണോ പ്രതിപക്ഷം മുന്നോട്ട് പോകേണ്ടത്? അങ്ങനെ പ്രതിപക്ഷം ഈ പറയുന്ന 100 ദിവസത്തെ പൊള്ളത്തരങ്ങൾ, രാഷ്ട്രീയമായ നയവ്യത്യാസങ്ങൾ, ഈ പറയുന്ന വിലവർധന അടക്കമുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശക്തമായി നിലനിൽക്കണമെങ്കിൽ പ്രതിപക്ഷത്ത് ഐക്യമുണ്ടാകേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെയാണോ ഐക്യത്തോടെ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. ഇതിനകത്ത് ചിലപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇൻ പാർട്ടി കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപങ്ങൾ നടത്താറുണ്ട്. അത് സ്വാഭാവികമാണ്. അതൊരു പബ്ലിക് റിലേഷൻ ടാക്ടിക്സുമാണ്. ആ ഒരു അർത്ഥത്തിൽ ഇതിനെ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒന്നും അല്ല ഇത്. ലെവലിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല. പിണറായി വിജയൻ ഈസ് ഓൾവേസ് ഇൻ ദ ലൈം ലൈറ്റ്, പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട്. അങ്ങനെ ഇൻ പാർട്ടി കോൺഫ്ലിക്റ്റ് ഒന്നും ഇത് CPM-നകത്ത് ഇതുവരെ ഇല്ല. പക്ഷേ CPI-യുടെ സ്ഥിതി അങ്ങനെയല്ല. CPI-യിൽ നിന്ന് വരുന്ന മറുപടികൾ CPI-യുടെ പല ആളുകൾ നേതാക്കന്മാരായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അത്ര ഫേവറബിൾ ആയിട്ടുള്ള മറുപടിയല്ല. അപ്പോൾ ചില ആളുകൾക്ക് അവരവരുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയും അവരവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടും ചില ഗെയിംസ് കളിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇതിനകത്ത്. ഇതിന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞത്, ഇത് രണ്ട് വ്യക്തികളുള്ള വിഷയമായിട്ട് പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാൻ എന്ന്, അല്ലെങ്കിൽ ഞാൻ എഴുതി കൊടുക്കുന്ന കത്തിൽ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിനെ വ്യക്തിപരമായ ഒരു ചുരുക്കത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അതിനെ വ്യക്തിപരമായി കാണരുത്, ഒരാളെ വിമർശിക്കരുത് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിന്റെ പൂർണ്ണ അധികാരവും അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനയിൽ. ഞാൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത് അത് വെറും സാങ്കേതിക മാത്രമാണ്. പ്രതിപക്ഷ നേതാവാണല്ലോ എഴുതി കൊടുക്കേണ്ടുന്നത്. ഇപ്പോൾ LDF തീരുമാനം ഉണ്ടായാലും പ്രതിപക്ഷ നേതാവാണ് എഴുതി കൊടുക്കേണ്ടത്. അത് ഞാൻ എഴുതി കൊടുക്കുന്നു, എൻ്റെ തീരുമാനമാണ്, എൻ്റെ ധാർഷ്ട്യമാണ്, എൻ്റെ ധിക്കാരമാണ്, എൻ്റെ അഹങ്കാരമാണെന്നൊക്കെ കുറേ നാളുകൊണ്ട് പല ആളുകളും വായിച്ചെടുക്കാൻ
ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടെ സാധാരണ കാഴ്ചയുടെ ഗതിയിൽ നോക്കൂ, പ്രശ്നമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് അത് പറയുന്നത് കാഴ്ചയുടെ പ്രശ്നമാണ്. നിയമസഭയിൽ എം എൽ എമാരെ നയിക്കാൻ വേണ്ടി, പ്രതിപക്ഷ എം എൽ എമാരെ നയിക്കാൻ വേണ്ടി നിയുക്തനാണ്. പക്ഷെ ആ തീരുമാനം, പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന തീരുമാനം CPM എടുത്തത് എങ്ങനെയാണ്? പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടാണ്, അല്ലെ? പോളിറ്റ് ബ്യൂറോ വരെ ചർച്ച ചെയ്തിട്ടാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന തീരുമാനമെടുത്തത്. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നതും. അതും LDF-ലടക്കം ചർച്ച ചെയ്ത്, പാർട്ടിയിലടക്കം ചർച്ച ചെയ്താണ് തീരുമാനമെടുക്കേണ്ടത്. അതിന് വിരുദ്ധമായ മറുപടി പറഞ്ഞതുകൊണ്ടാണ്, അതിൽ എൻ്റെ തീരുമാനമാണ് അതിൻ്റെ അങ്ങേയറ്റം എന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഡിബേറ്റ് വിത്ത് മാധു സജി.